നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഡയഗ്നോസ്റ്റിക്സ് ഓഫ് ടൂൾസ് ആണ് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ടിംഗ്, അതായത് ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ അത് നന്നാക്കുന്ന കാര്യമല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതെ, അങ്ങനെയുള്ള കാര്യമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നന്നാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടൂൾസ് വേണം. ഓക്കെ, ആ ടൂൾസിനെ കുറിച്ചാണ് നമ്മളിപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചാണ് ഒരു സിസ്റ്റം ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം ചീത്തയായാൽ നമ്മൾ നന്നാക്കുന്നത്, അത് അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റം ചീത്തയാക്കിയാൽ നന്നാക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നോക്കുന്നത്. വാട്ട് ആർ ദ ടൂൾസ് വി ആർ യൂസിങ് ഇൻ ട്രബിൾ ഷൂട്ടിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, അതാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ ടൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേഫായിട്ട് യൂസ് ചെയ്യണം അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ അല്ലേ. ടൂൾസ് അത് നമ്മൾ വളരെയധികം സുരക്ഷിതമായിട്ട് ഉപയോഗിക്കേണ്ടുന്ന ഒരു കമ്പോണൻ്റാണ് ടൂൾസ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല എന്തെങ്കിലും ഹാമോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ടൂൾസിൽ നിന്ന്. അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കാം. അത് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ടൂൾസിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടൂൾസ് ആർ യൂസ്ഡ് ഫോർ കമ്പ്യൂട്ടർ അസംബ്ലി ആൻഡ് മെയിൻ്റനൻസ് അല്ലേ. അസംബ്ലി ചെയ്യാനോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യാനോ ഒക്കെയാണ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. വി ഹാവ് ടു ഹാൻഡിൽ ദ ടൂൾസ് കെയർഫുള്ളി ആൻഡ് സേഫ്ലി. വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ ടൂളുകൾ ഉപയോഗിക്കണം. When doing an installation or maintenance, we have to use the tools safely. അല്ലെ, ഇൻസ്റ്റലേഷനോ മെയിൻ്റനൻസോ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ടൂൾസ് വളരെ സേഫായിട്ട് തന്നെ യൂസ് ചെയ്യണം. സേഫ് വർക്കിംഗ് വിൽ ഹെൽപ്പ് us to prevent injuries and damages. ഡാമേജുകളോ ഇഞ്ചുറീസോ ഒന്നും ഉണ്ടാവാതെ നമ്മൾ സേഫായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് വർക്കിംഗ് നമ്മളെ ഡാമേജോ ഇഞ്ചുറീസോ ഉണ്ടാവാതെ സഹായിക്കുന്നു. ഓക്കെ, പിന്നെ ഇനി ഒരു വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസ്, നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിന് കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായി, അത് നന്നാക്കുന്ന ഒരു വർക്ക് സ്പേസ്, ആ വർക്ക് സ്പേസിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ആ ഒരു വർക്ക് സ്പേസ് എന്ന് പറയുന്നത് അത് വളരെയധികം ക്ലീൻ ആയിരിക്കണം. ഓക്കെ, ഹാവ് പ്രോപ്പർ എമൗണ്ട് ഓഫ് ലൈറ്റ്, കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ എമൗണ്ട് ഓഫ് ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം അതിന്. അതുപോലെ അത് ഓർഗനൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ അത് 3 കാര്യങ്ങളുണ്ടായിരിക്കണം. അത് ക്ലീൻ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ഒരു സിസ്റ്റത്തിനെ മെയിൻ്റനൻസ് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ടുള്ള എമൗണ്ട് ഓഫ് ലൈറ്റ് ഉണ്ടായിരിക്കണം അല്ലേ. പിന്നെ ഓർഗനൈസ്ഡ് ആയിരിക്കണം, നല്ല ലൈറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. ഓർഗനൈസ്ഡ് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു സിസ്റ്റം നന്നാക്കാനായിട്ട് ഒരിടത്ത് ഇരിക്കുകയാണെന്നിരിക്കട്ടെ, അപ്പം നമ്മളുടെ അടുത്ത് തന്നെ അതിനുള്ള ടൂൾസും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ നമുക്കതിനൊരു പ്ലഗ് കണക്ഷൻ ഉണ്ടായിരിക്കണം അല്ലേ. നമ്മൾ വർക്ക് ചെയ്യുന്നത് നോക്കാനായിട്ടുള്ള ഒരു പ്ലഗ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ വയ്ക്കുന്ന വർക്ക് സർഫസ് എന്ന് പറയുന്നത് കണ്ടക്ടർ കണക്കുള്ള സർഫസ് ആയിരിക്കണം അല്ലേ. അതിൽ നിന്നൊരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് നമ്മളെ അത് നമുക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നതായിരിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നത് ടൂൾസൊക്കെ നമുക്ക് വെക്കാനൊക്കെയുള്ള നല്ല അല്ലേ, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടൂൾസ് ആണ് നോക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. എങ്ങനെയൊക്കെയുള്ള ടൂൾസ് ഉണ്ട്, എത്ര ടൈപ്പിലുള്ള ടൂൾസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രധാനമായിട്ടും ഒരു കമ്പ്യൂട്ടർ ട്രബിൾ ഷൂട്ട് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിനോ അല്ലെങ്കിൽ അതൊരു പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കണമെങ്കിലോ നമ്മൾ ഈ 4 ടൈപ്പ് ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ESD ടൂൾസ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ടൂൾസ്, തേർഡ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ടൂൾസ്, നാലാമത്തേന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടൂൾസ്. ഒരുപക്ഷെ എനിക്ക് പേരിൽ നിന്നും ESD ടൂൾസ് എന്തോന്നും മനസ്സിലായി കാണത്തില്ല അല്ലേ. ഹാൻഡ് ടൂൾസ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പം കൈ വെച്ച് ഉപയോഗിക്കുന്ന ടൂൾ, കയ്യിൽ വെച്ചേക്കുന്ന ടൂള് അല്ലെങ്കിൽ കൈ കൊണ്ട് നമുക്ക് ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ടൂളെന്ന് മനസ്സിലായി കാണും. ക്ലീനിങ് ടൂൾ എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇറവ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് വൃത്തിയായി നന്നാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് മനസ്സിലാക്കണം. അപ്പം ഈ 4 4 ടൈപ്സ് ഓഫ് ടൂൾസ് വി ആർ യൂസിങ് ഫോർ ഒരു സിസ്റ്റത്തിൻ്റെ ട്രബിൾ ഷൂട്ടിംഗ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ കോമ്പൗണ്ട്സ് എല്ലാം കൂടെ എടുത്ത് വെച്ച് ഒരു സിസ്റ്റം ആക്കി വെക്കുന്ന ഒരു ഇൻസ്റ്റലേഷൻ പർപ്പസ്, ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ്. അപ്പം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ESD ടൂൾ നോക്കാം.
ESD tool means electrostatic discharge tool എന്നാണ് ഇതിനർത്ഥം. ഇതിൻ്റെ പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് എന്നാണ് ESDയുടെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു സിസ്റ്റം നന്നാക്കാൻ എടുക്കുമ്പോൾ ആ സിസ്റ്റത്തിനകത്ത് കുറച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എന്താ, this is produced by imbalance between negative and positive charge of an object. അതായത് നമ്മളിപ്പോൾ നന്നാക്കാൻ എടുക്കുന്ന ഒബ്ജക്റ്റിനകത്ത് ഒരു ഇംബാലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനകത്തുള്ള പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലൊരു ഇംബാലൻസ് ഉണ്ടാവും. അതായത് ഒരിക്കലും ന്യൂട്രൽ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ചിലപ്പോൾ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ചാർജസ് കൂടുതലായിരിക്കാം. അങ്ങനെ ഒരു ഇംബാലൻസ് ഉണ്ടാവാം. അങ്ങനെ ഒരു ഇംബാലൻസ് ഉണ്ടാകുമ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തുവല്ലോ. ഓക്കെ, ചെയ്തു. അതായത് അപ്പം ആ ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ദോഷമായിട്ട് ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ആ ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഹാംഫുൾ ആയിട്ട് അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ESD ടൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പം ESD ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ESD എക്യുപ്മെന്റ്സ് ഈസ് ഇൻറ്റൻഡഡ് ടു പ്രിവെന്റ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ബിൽഡപ്പ്. അതായത് നമ്മളുടെ ഒരു സിസ്റ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അത് തങ്ങളിൽ ഇംബാലൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ചാർജസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജസ് കൂടുതലായിരിക്കാം. അതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇംബാലൻസ് കൊണ്ട് നമുക്ക് ചിലപ്പം നമ്മളിത് നന്നാക്കാൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് ഹാം ഉണ്ടാക്കാം, അല്ലെ, നമ്മുടെ മേത്ത് ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇത് ചാർജ് ആണല്ലോ, കറണ്ട് ഫ്ലോ ആണല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ചിലപ്പം ചില ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ചില മൈന്യൂട്ട് കമ്പോണൻസ് ഉണ്ട്. കപ്പാസിറ്റേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ICകൾ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളേഴ്സ്, അങ്ങനെയുള്ള ചെറിയ കമ്പോണൻസ് ഉണ്ട്. അങ്ങനെയുള്ള കമ്പോണൻസിന് ചിലപ്പോൾ ഹാം ഉണ്ടാക്കാം. പെട്ടെന്നുണ്ടാവുന്ന ഈ ചാർജ് വേരിയേഷൻ ഇങ്ങനെയുള്ള കമ്പോണൻസിന് ചില ഹാം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം the charge variation will be very harmful for these micro components. ഓക്കെ, അപ്പം അതിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു കമ്പോണൻസിനെയൊക്കെ നമുക്ക് ആ ഒരു ചാർജ് വന്ന്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൊണ്ട് ഹാം ഉണ്ടാക്കുന്നതിൽ നിന്നും അതിനെ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത്രയും വിലപിടിപ്പുള്ള കമ്പോണൻസ് എല്ലാം നശിച്ചു പോകുമല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ESD ടൂൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ESD ടൂൾസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിസ്റ്റാറ്റിക് റിസ്റ്റ് സ്ട്രാപ്പ്, ആൻറ്റിസ്റ്റാറ്റിക് മാറ്റ്, ആൻറ്റിസ്റ്റാറ്റിക് ഗ്ലൗ, ആൻറ്റിസ്റ്റാറ്റിക് ക്ലോത്തിങ്. അപ്പം ആൻറ്റിസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് എന്തിനാ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക് എതിരെ ഉണ്ടായതുകൊണ്ടാണ് ആൻറ്റിസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻറ്റിസ്റ്റാറ്റിക് റിസ്റ്റ് സ്ട്രാപ്പ്. അപ്പം അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്യുപ്മെന്റ് ആൻറ്റിസ്റ്റാറ്റിക് റിസ്റ്റ് സ്ട്രാപ്പാണ്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു സിസ്റ്റത്തിനകത്ത് അത് ചീത്തയാകുമ്പോൾ, അല്ലെങ്കിൽ അത് കേടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് അതിനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ സ്റ്റാറ്റിക് പോസിറ്റീവ് നെഗറ്റീവ് കമ്പോണൻസ്, അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് തമ്മിലൊരു ഇംബാലൻസ് ഉണ്ടാവും. ആ ഇംബാലൻസ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ആ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നമുക്ക് ഹാം ചെയ്യാം, അതിനകത്തുള്ള മൈന്യൂട്ട് കമ്പോണൻസിന് ഹാം ചെയ്യാം. അപ്പം ഈ രണ്ട് ഹാംഫുളും ഈ രണ്ട് ആൾക്കാർക്ക് ഹാംഫുള്ളാണ്. അപ്പം ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ് ESD ടൂൾസ്. ഫസ്റ്റ് ടൂളാണ് ആൻറ്റിസ്റ്റാറ്റിക് റിസ്റ്റ് സ്ട്രാപ്പ്. ഇതാണ് അവിടെ റിസ്റ്റിനകത്ത് കിട്ടിയേക്കുക, അല്ലേ. റിസ്റ്റ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ ഈ തണ്ടേ കെട്ടുന്നതിന് റിസ്റ്റിനകത്ത് കിട്ടിയേക്കുവാണ്. ഇതാണ് ആൻറ്റിസ്റ്റാറ്റിക് റിസ്റ്റ് സ്ട്രാപ്പ്. ഇതിന് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യും, നമ്മൾ സിസ്റ്റം അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പം, അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങുമ്പം, അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിങ്ങനെ ഇതാണ് ഇതിൻ്റെ മെറ്റൽ, അല്ലേ. ഇത് നമ്മുടെ CPU തുറന്ന് വെച്ചേക്കുക, അല്ലേ, കണ്ടാൽ മനസ്സിലാകത്തില്ലേ. അപ്പം മെറ്റൽ സർഫസിലോട്ട് നമ്മളതിനെ എന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്ത് വെക്കും. ഓക്കെ, ഇത് ഇവിടെ കാണാമല്ലോ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അറ്റാച്ച് ചെയ്തിട്ട് മറ്റൊരു പോർഷൻ നമുക്കിടെ ഒരു കയ്യിലും കാണും. ഓക്കെ, അപ്പം ഇതിനകത്തൊരു ഒരു കറണ്ട്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിക്ക് ഒരു ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ ആ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി നമുക്ക് ഇതെടുത്ത് ഈ ഒരു റിസ്റ്റ് സ്ട്രാപ്പ് ഇതിനകത്തിരിക്കുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇതിനകത്തുള്ള സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ ഈ റിസ്റ്റ് സ്ട്രാപ്പ് ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതിനാണ് ഈ റിസ്റ്റ് സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം.
and purpose എന്താ purpose നോക്കുന്നത്. This equalizes the electric charge between you and the computer system. കമ്പ്യൂട്ടർ സിസ്റ്റവും നമ്മൾ തമ്മിലുള്ള ഇലക്ട്രിക് ചാർജിനെ ഈക്വലൈസ് ചെയ്യുകയാണ് wrist strap യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യം. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഒന്നാമത്തെ ഒരാളാണ് ESD ടൂളിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ടൂളിൻ്റെ ഒന്നാമത്തെ ഒരാളാണ്, ഡയഗ്നോസ്റ്റിക് ടൂളിൻ്റെ ഒന്നാമത്തെ ആളാണ് wrist strap. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. രണ്ടാമത്തെ ആളാണ് ആൻറ്റി സ്റ്റാറ്റിക് മാറ്റ്. ഇതുണ്ട്, ഈ ബ്ലൂ ഈ സാധനമാണ് ആൻറ്റി സ്റ്റാറ്റിക് മാറ്റ്. അതെ, ഓക്കെ. അത് ആ മാറ്റിൻ്റെ അറ്റത്ത് ഇതുപോലെ തന്നെ റിസ്റ്റ് സ്ട്രാപ്പിലുള്ളത് നമുക്ക് തന്നെ ഒരു കണക്ഷൻ കൊടുക്കാനുള്ള പോയിന്റ് ഉണ്ട്. അത് ഇതാണ്ട് ഇവിടെ ഒരു ഇതിനകത്തൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഈ ഇതിൻ്റെ എൻ പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി സ്റ്റാറ്റിക് മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് എന്താ ഈ ഇതാണ്ട് നമ്മുടെ CPU എടുത്ത് വെച്ചേക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കമ്പോണൻസ് എടുത്ത് വെച്ചേക്കുന്നുണ്ടോ. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഈ മാറ്റ് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി ന്യൂട്രലൈസ് ചെയ്ത് കളയും. അത് അല്ലാന്നുണ്ടെങ്കിൽ ഈ മാറ്റിരിക്കുന്ന സർഫസ് ഉണ്ടല്ലോ, ഈ ഒരു സർഫസ് ടേബിൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതാണ് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് വേണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ടേബിൾ നമുക്ക് കാണാമല്ലോ. ആ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഈ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസിനെ അത് അക്വയർ ചെയ്ത് അല്ലെങ്കിൽ അതിനെ എടുത്തിട്ട് അത് ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു ടേബിൾ ആയിരിക്കാൻ സാധ്യത, എർത്തിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു എർത്തിങ് ഉള്ള ഒരു ടേബിൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ മാറ്റിൻ്റെ പ്രത്യേകത. ഓക്കെ, ഈ ആൻറ്റിസ്റ്റാറ്റിക് മാറ്റ് മനസ്സിലായല്ലോ. ഈ മാറ്റിനകത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കമ്പോണൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് റിപ്പയർ ചെയ്യേണ്ടത്. അപ്പം ആ ഒരു മാറ്റാണ് അതിനകത്തുള്ള ഈ ഏതെങ്കിലും ഒരു കമ്പോണൻസിന് എന്തെങ്കിലും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനത് ന്യൂട്രലൈസ് ചെയ്തോണം. ഓക്കെ, Antistatic mat, also known as ESD, electrostatic discharge mat, is a protective surface designed to prevent the build-up and discharge of static electricity. അപ്പം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെ ബിൽഡപ്പ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ എങ്ങോട്ടെങ്കിലും ഡിസ്ചാർജ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യും. These mats are commonly used in workplaces where sensitive electronic components are handled. അല്ലേ, സെൻസിറ്റീവ് ആയിട്ട് ഇലക്ട്രോണിക് കമ്പോണൻസ് ഹാൻഡിൽ ചെയ്യുന്നിടത്താണ് ഈ മാറ്റുകൾ യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് ഇലക്ട്രോണിക് മാനുഫാക്ചേഴ്സ്, ടെസ്റ്റിംഗ് ലാബ്സ്, കമ്പ്യൂട്ടർ റിപ്പയർ ഫെസിലിറ്റീസിലൊക്കെയാണ് നമ്മൾ ഈ മാറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ റിപ്പയർ ഫെസിലിറ്റീസ് ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ ആൻറ്റി സ്റ്റാറ്റിക് മാറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത കമ്പോണന്റ് എന്താണെന്ന് നോക്കാം. അടുത്ത കമ്പോണന്റ് ആണ് ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗ. അതായത് ഗ്ലൗസ്, നമ്മുടെ കയ്യിലിടുന്ന ഗ്ലൗ ഉണ്ടല്ലോ, ഈ ഗ്ലൗ ആണ് ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗ. ഇതാണ് നെക്സ്റ്റ് കമ്പോണന്റ്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഗ്ലൗ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചില കുഞ്ഞു കുഞ്ഞു കമ്പോണൻസ്, മൈന്യൂട്ട് കമ്പോണൻസിനകത്ത് മൈന്യൂട്ട് കമ്പോണൻസിനെ അത് ബാധിക്കാറുണ്ട് അല്ലേ. അപ്പം പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഈ മൈന്യൂട്ട് കമ്പോണൻസിനെയൊക്കെ ബാധിക്കാതെ നമുക്ക് അതിനെ പെട്ടെന്ന് നമ്മുടെ ഈ ഗ്ലൗ നമ്മുടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഡിറ്റാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. കണക്ഷൻ ഒക്കെ മാറ്റിയെടുത്ത് വെക്കാൻ പറ്റും. ഇപ്പം ഗ്ലൗ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമുക്ക് എന്ത് പറ്റത്തില്ല, നമ്മളിലൂടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യത്തില്ല. നമ്മൾ ഈ കമ്പോണൻസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഒരു എന്തുണ്ടാവത്തില്ല, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി അത് നശിച്ചു പോകത്തില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിസ്റ്റാറ്റിക് ഗ്ലൗ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കി. അപ്പം നമുക്ക് നോക്കാം. ആൻറ്റിസ്റ്റാറ്റിക് ഗ്ലൗസ് ആർ ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഇലക്ട്രോണിക് കമ്പോണൻസ് ഫ്രം ഡാമേജ് കോസ്ഡ് ബൈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അപ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വഴി എന്തെങ്കിലും ഒരു സിസ്റ്റത്തിൽ അതിനകത്തിരിക്കുന്ന ബാക്കിയുള്ള സെൻസിറ്റീവായിട്ടുള്ള കമ്പോണൻസിന് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റിസ്റ്റാറ്റിക് ഗ്ലൗ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ ഗ്ലൗ നമ്മുടെ കയ്യിൽ വിയർ ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സെൻസിറ്റീവായിട്ടുള്ള കമ്പോണൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പം എന്ത് സംഭവിക്കുന്നത്, നമുക്കും അത് ഇലക്ട്രിസിറ്റി ഏൽക്കത്തില്ല, നമ്മളിലും ഒന്നും സംഭവിക്കത്തില്ല അല്ലേ. അങ്ങനെ നമുക്ക് ഈ ഗ്ലൗ ഇപ്പം നമ്മൾ ഒരു സിസ്റ്റം ട്രബിൾ ഷൂട്ട്, അതായത് നമ്മൾ നന്നാക്കാൻ എടുത്തില്ല എന്ന് വെച്ചു. അപ്പം നന്നാക്കാൻ നമ്മൾ നന്നാക്കുന്നില്ല. അപ്പം അതിനകത്ത് ഇങ്ങനെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടായി, എന്തോ പ്രശ്നമുണ്ട് അതിന് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ കമ്പോണൻസ് എല്ലാം നമുക്ക് ഈ ഗ്ലൗ ഇട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ, മാറ്റി വെച്ചിട്ട് പിന്നീട് നന്നാക്കുമ്പോൾ അത് ഉപയോഗിച്ചാൽ മതി അല്ലേ. അപ്പം നമ്മൾ നന്നാക്കാൻ എടുക്കുന്നിടം വരെ ഈ ഒരു സിസ്റ്റത്തിനകത്തുള്ള കമ്പോണൻസ് പുറത്തിരിക്കുന്നത് കൊണ്ട് ആ ഒരു കമ്പോണൻസിനൊന്നും എന്ത് സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. These gloves are commonly used in environments where static discharge can harm electronic devices or interfere with delicate processes. ഇത് എപ്പോഴാണ് നമ്മൾ
ഇത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? കോമൺലി യൂസ്ഡ് എൻവയോൺമെന്റ്സ് വെർ സ്റ്റാറ്റിക് ഡിസ്ചാർജുകൾ, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡിസ്ചാർജുകൾ ഉണ്ടാവുന്ന അത് ഹാം ചെയ്യുക, അതിനകത്തുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെ ഹാം ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ കോമൺലി ഈ എന്താ ഗ്ലൗകൾ അല്ലെങ്കിൽ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ആൻറ്റി സ്റ്റാറ്റിക് ക്ലോത്തിങ്. അതായത് കണ്ടോ ഫുള്ള് ഡ്രസ്സ് ഇട്ടേക്കുക. ഓക്കെ, ഇതാണ് ആൻറ്റി സ്റ്റാറ്റിക് ക്ലോത്തിങ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. Anti-static clothing, also known as electrostatic discharge clothing, is designed to prevent build-up and discharge of static electricity which can be harmful to sensitive electronic components. ഇതും അത് തന്നെ കാര്യമാണ്. സെൻസിറ്റീവ് ഇലക്ട്രോണിക് കമ്പോണൻസിന് ഈ സ്റ്റാറ്റിക് ഡിസ്ചാർജ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്തോ യൂസ് ചെയ്യുന്നത്? ആൻറ്റി സ്റ്റാറ്റിക് ക്ലോത്തിങ് യൂസ് ചെയ്യുന്നത്. ഓൾസോ നോൺ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ക്ലോത്തിങ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ ക്ലോത്തിങ്ങിനകത്തുള്ളത് തന്നെയാണ് ഈ ഗ്ലൗ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്ലോത്തിങ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കമ്പോണൻസിനെയൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും. നമുക്ക് ഒന്നും സംഭവിക്കത്തില്ല അല്ലേ? നമ്മൾ ആൻറ്റി സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടേക്കല്ലേ. ഇപ്പം തന്നെ അല്ല, ഈ കമ്പോണൻസിനെ ഹാം വരാതിരിക്കാൻ മാത്രമല്ല, അല്ലാതെ നമുക്കതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ആൻറ്റി സ്റ്റാറ്റിക് ക്ലോത്തിങ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഹാൻഡ് ടൂളുകളാണ്. ഓക്കെ, എന്തൊക്കെ ടൂൾസ് ആണ് നമ്മൾ ട്രബിൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ള ഹാൻഡ് ടൂൾസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെയാണ് ഇലക്ട്രോണിക് കട്ടർ. ഓക്കെ, ഇലക്ട്രോണിക് കട്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ പ്രിസൈസ് സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ട്, കോമ്പിനേഷൻ പ്ലയേഴ്സ് ഉണ്ട്, വയർ സ്ട്രിപ്പേഴ്സ് ഉണ്ട്, ക്രിമ്പർ ഉണ്ട്, ട്വീസേഴ്സ് ഉണ്ട്, പഞ്ച് ഡൗൺ ടൂൾസ്. അപ്പം ഈ ഒരു 7 ടൂൾസ് ആണ് നമുക്ക് ഹാൻഡ് ടൂൾസ് യൂസ് ചെയ്തെന്ന് പറയാം. ഇലക്ട്രോണിക് കട്ടേഴ്സ്, പ്രിസൈസ് സ്ക്രൂ ഡ്രൈവേഴ്സ്, കോമ്പിനേഷണൽ പ്ലയേഴ്സ്, വയർ സ്ട്രിപ്പേഴ്സ്, ക്രിമ്പേഴ്സ്, ട്വീസേഴ്സ്, പഞ്ച് ഡൗൺ ടൂൾസ്. അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ അറിയായിരിക്കും. എനിവേ നമുക്കിതൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇലക്ട്രോണിക് കട്ടർ. ഓക്കെ, ഇതാണ് ഇങ്ങനൊരു കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇവിടെ റിവേർട്ടേ ഉള്ളൂ കേട്ടോ. ഇത് ശ്രദ്ധിച്ചോണേ. വേറൊരു ടൂൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ദിസ് ഈസ് യൂസ്ഡ് ഇൻ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്സ് ആൻഡ് കട്ടിംഗ് വയേഴ്സ്. അപ്പോൾ സർക്യൂട്ട് ബോർഡ്സിലും പിന്നെ വയറുകളെ കട്ട് ചെയ്യാനുമായിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് കട്ടർ യൂസ് ചെയ്യുന്നത്. ഇത് ടു ടൈപ്സ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെയുള്ള കട്ടേഴ്സും ഉണ്ട്, ഇങ്ങനെയുള്ള കട്ടേഴ്സും ഉണ്ട്. അപ്പം ഇറ്റ് ഈസ് വെരി ഷാർപ്പ് ആൻഡ് സോ ഡിഡ് നോട്ട് മേക്ക് എനി ഡാമേജ് ടു എനി നിയർ ബൈ. അപ്പോൾ ഇതിന് വളരെ നമുക്കിപ്പോൾ ഒരു സർക്യൂട്ട് ബോർഡിനകത്ത് കുറേ കുഞ്ഞു വയേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ വളരെ ഷാർപ്പായത്, അപ്പോൾ ഈ വയറിനെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു വയറിന് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വളരെ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഇലക്ട്രോണിക് കട്ടർ. ഓക്കെ, അടുത്തുള്ള ഒന്നിനും നമുക്ക് ഡാമേജ് ഉണ്ടാക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കട്ടറിൻ്റെ കമ്പോണൻസ് നോക്കാം. ഒരു ഇൻസുലേറ്റഡ് ഹാൻഡിൽ കാണും. ഇൻസുലേറ്റഡ് ഹാൻഡിലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് കറണ്ട് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇൻസുലേറ്റഡ് ഹാൻഡിലുണ്ട്. ഒരു റിവേർട്ടുണ്ട്. അതായത് ഇവിടെ ഒരു നമുക്കിവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പം ഇവിടെ അടയുന്ന ആ ഒരു മെക്കാനിസം ഉണ്ടല്ലോ. വിടുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് ഓപ്പൺ ആവുന്നത്. അതായത് നമ്മുടെ കയ്യിൽ സിസേഴ്സ് ഉണ്ടല്ലോ, അതങ്ങനെയല്ലല്ലോ. നമ്മൾ തന്നെ അത് ക്ലോസ് ആവാനോ ഓപ്പൺ ചെയ്യാനോ നമ്മൾ തന്നെ ഫോഴ്സ് കൊടുക്കണം. ഇതങ്ങനെയല്ല, നമ്മളിവിടെ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും. ജസ്റ്റ് നമ്മൾ വിടുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ആവുന്ന ഒരിതാണ്. അപ്പം ആ ടൈപ്പ് സാധനത്തിനെയാണ് ഇലക്ട്രോണിക് കട്ടർ എന്ന് പറയുന്നത്. അതിനാണ് ഈ റിവേർട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഈ സ്പ്രിങ് വെച്ചിട്ടൊരു റിവേർട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബ്ലേഡ് ഫോർ സ്ട്രിപ്പിംഗ് വയേഴ്സ് ഇൻസുലേഷൻ. ഇവിടെയാണ് ബ്ലേഡ്. ആ വയർ അവിടെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അടയ്ക്കുമ്പോൾ ഇങ്ങനെ ഹോൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു കട്ടിങ് എഡ്ജ് ഉള്ളത്. അപ്പോൾ ആ ഹോളിലോട്ട് കയറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ഇങ്ങനൊരു ഡിസൈൻ ഇതിനുള്ളത്. ഓക്കെ, ഈ നെക്സ്റ്റ് ടൂളാണ് പ്രിസൈസ് സ്ക്രൂ ഡ്രൈവർ. നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ സ്ക്രൂ ഡ്രൈവർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ്റെ പേര് ആണ് ബിറ്റ്. ഓക്കെ, ഇതാണ് ഹാൻഡിൽ. ഇത് ബിറ്റും ഇത് ഹാൻഡിലും. അപ്പം ഈ ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസുലേറ്റഡ് മെറ്റീരിയലോ അല്ലെങ്കിൽ വുഡോ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ചായിരിക്കും ഹാൻഡിൽ ഉണ്ടാക്കിയേക്കുന്നത്. ഈ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ചബിളാണ്. അതായത് നമുക്ക് ഊരി നമ്മളുടെ സൗകര്യാർത്ഥം വേണ്ടുന്ന ടൈപ്പ് സ്ക്രൂ, ഏത് ടൈപ്പ് സ്ക്രൂ ആണോ നമുക്ക്
ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ബിറ്റിൻ്റെ പോർഷനിൽ. ഓക്കെ, അത് ഡിറ്റാച്ചബിളാണ്. മിക്ക സ്ക്രൂ ഡ്രൈവറിലും ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ബിറ്റാണ് ഉള്ളത്. പിന്നെ ചിലതിനകത്തൊക്കെ ഉണ്ട് അല്ലേ, അത് സാധാരണ ഉള്ളതിനകത്താണ് കാണുന്നത്. അല്ല നമ്മൾ ഈ ഒരു ടെക്നിക്കൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനാണ് നമ്മൾ പ്രിസൈസ് സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. സ്ക്രൂ ഡ്രൈവർ ഈസ് എ ഹാൻഡ് ഹെൽഡ് ടൂൾ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് കയ്യിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. കോമൺലി യൂസ്ഡ് ഫോർ ഇൻസേർട്ടിങ് ആൻഡ് റിമൂവിങ് ഓഫ് സ്ക്രൂസ്. സ്ക്രൂകളെ ഇൻസേർട്ട് ചെയ്യാനും സ്ക്രൂവിനെ റിമൂവ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. സ്ക്രൂ ഡ്രൈവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ബിറ്റ് ആൻഡ് ഹാൻഡിൽ. ഒരു ബിറ്റും ഉണ്ടതിന്, ഒരു ഹാൻഡിലും ഉണ്ടതിന്. ബിറ്റ്സ് ആർ ഡിറ്റാച്ചബിൾ according to the use and are made up of metal, whereas handle is made up of insulating material. അപ്പം ബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, മെറ്റാലിക് മെറ്റീരിയൽ ആയിരിക്കും. അത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ബിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ടാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് പ്രിസൈസ് സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ക്രൂ ഡ്രൈവേഴ്സ് തന്നെ പലതരത്തിലുള്ളതുണ്ട്. ഓക്കെ, അതെന്തൊക്കെ തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് ഉള്ളത് നമുക്ക് നോക്കാം. സ്ക്രൂ ഡ്രൈവേഴ്സ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് ഷേപ്പ് ഓഫ് ബിറ്റ്. ബിറ്റിൻ്റെ ഷേപ്പിനാണ് വ്യത്യാസം വരുന്നത്. ബിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഹാൻഡിൽ, അതിനറ്റത്ത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ബിറ്റ്. അപ്പോൾ ഈ ബിറ്റിൻ്റെ ഷേപ്പിനനുസരിച്ച് സ്ക്രൂ ഡ്രൈവേഴ്സ് പല തരത്തിലുണ്ട്. ബിറ്റിൻ്റെ ഷേപ്പും സൈസും അനുസരിച്ച് the various bits can be attached to the screwdriver to work in different fashion. Some of the bits are mentioned below. അപ്പോൾ ചില ബിറ്റുകളൊക്കെ നമുക്ക് നോക്കാം, എങ്ങനെയുള്ള ബിറ്റ്സ് ആണെന്ന് നോക്കാം. അപ്പം ദേ സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും നമുക്ക് സ്റ്റാർ ഒക്കെ അറിയാലോ, ഫ്ലാറ്റ് എന്നൊക്കെ, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഫ്ലാറ്റ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അവിടെ ഇങ്ങനെ മാത്രമാണ് ഒരു സ്ക്രൂവിനകത്ത് ഇങ്ങനെ മാത്രം ഒരു വര കാണും. അതിനകത്ത് നമുക്ക് ഫ്ലാറ്റ് ടൈപ്പ് സ്ക്രൂ ഡ്രൈവേഴ്സ് വെച്ച് നമുക്ക് തിരിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സ്റ്റാർ ടൈപ്പ്, ഫ്ലാറ്റ് ടൈപ്പ് ഒക്കെ. ഓക്കെ, അങ്ങനെയുള്ള എന്തൊക്കെ ടൈപ്പ്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഒരു ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ ടിപ്പ്, ബിറ്റിൻ്റെ ടിപ്പ് ഒരു ഉളിയുടെയൊക്കെ കണക്ക് ഇരിക്കുന്ന ടിപ്പുള്ള. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അതിപ്പോൾ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. എനിഹൗ ഇതിപ്പം ഞാൻ പറഞ്ഞു തരുന്നത്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കണം. ഓക്കെ, ഒന്നാമത്തെയാണ് ഫിലിപ്പ് ഹെഡ്. നമ്മൾ കേട്ടിട്ടില്ലായിരിക്കും ഇതൊക്കെ അല്ലേ. ഫിലിപ്പ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ. ഫിലിപ്പ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്തായത് നോക്കി, ഒരു സ്ക്രൂവിനകത്ത് ഒരു ക്രോസ് ഉണ്ടെങ്കിൽ അതാണ് ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഈ ഒരു പടം നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും അല്ലെ. ആ ഒരു സ്ക്രൂ ഡ്രൈവർ ഇരിക്കുന്നതുണ്ടോ, ഒരു പ്രത്യേക ഒരു ഫാഷനിൽ. ഓക്കെ, അത് ഇതിങ്ങനെ ഇതിനകത്തോട്ട് ഇൻസേർട്ടായിട്ട് നല്ല രീതിയിൽ അത് ഫിറ്റ് ആവാനുള്ളൊരു ഫാഷനാണ് അത്. ഇതാണ്ട് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടൈറ്റൻ ഓർ ലൂസൺ ക്രോസ് ഹെഡ് സ്ക്രൂസ്. അപ്പോൾ ക്രോസ് ഹെഡ് സ്ക്രൂകളെ ടൈറ്റൻ ചെയ്യാനോ ലൂസൺ ചെയ്യാനോ യൂസ് ചെയ്യുന്ന ആളാണ് ഫിലിപ്പ്. ഓക്കെ, ഫിലിപ്പ് ഹെഡ് സ്ക്രൂ ഡ്രൈവേഴ്സ്. ഓക്കെ, ഇങ്ങനെയുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഇതിൻ്റെ ക്രോസ് ഹെഡ് സ്ക്രൂസിനെ ടൈറ്റ് ചെയ്യുകയോ ലൂസ് ചെയ്യുകയോ ചെയ്യുന്നത്. ഫിലിപ്പ് ഹെഡ് സ്ക്രൂ ഡ്രൈവേഴ്സ്. ഓക്കെ, അടുത്ത ടൈപ്പ് സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് ഹെക്സ് ഡ്രിവൺ. അപ്പം ഹെക്സ് ഡ്രിവൺ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഒരു ടിപ്പ് കണ്ടോ, ഒരു പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഹോളാണ് ഉള്ളത് അവിടെ. ഇങ്ങനെ ഒരു ഹോളുള്ള ഒരു ടിപ്പാണ്, അതാണ് ഇങ്ങനെ ഇരിക്കും. അത് നട്ടുകൾ മുറുക്കുവാനൊക്കെ യൂസ് ചെയ്യുന്നതാണിത്. ഹെക്സ് ഡ്രിവൺ സംടൈംസ് കോൾഡ് നട്ട് ഡ്രിവൺ എന്നാണ് പറയുന്നത്. നട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, സ്ക്രൂ അല്ല, വേറൊരു അതായത് നട്ടും ബോൾട്ടും ഉണ്ടല്ലോ, ആ നട്ട്സ്. ഓക്കെ, അതാണ് നട്ട്. അപ്പം ദ ഹെക്സ് ഡ്രിവൺ സംടൈംസ് കോൾഡ് നട്ട് ഡ്രിവൺ ഈസ് യൂസ്ഡ് ടു ടൈറ്റൻ ഓർ ലൂസൺ നട്ട്സ്. നട്ടുകളെ ടൈറ്റൻ ചെയ്യാനോ ലൂസൺ ചെയ്യാനോ യൂസ് ചെയ്യുന്നതാണ് ഹെക്സ് ഡ്രൈവർ സ്ക്രൂ ഡ്രൈവേഴ്സ്. ഇൻ സെയിം വേ ദാറ്റ് എ സ്ക്രൂ ഡ്രൈവർ ടൈറ്റൻ സ്ക്രൂസ്. സ്ക്രൂകളെ ടൈറ്റൻ ചെയ്യുന്നത് പോലെ നട്ടിനെ ടൈറ്റൻ ചെയ്യാൻ, ഇത് സ്ക്രൂവിനെ ടൈറ്റൻ ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് നട്ടും ബോൾട്ടും അറിയാലോ അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നട്ട് ആൻഡ് ബോൾട്ട്, ഇങ്ങനെ ഒരു ഹെക്സഗണൽ ഷേപ്പിലൊക്കെ ഇരിക്കുന്ന നട്ടുകളും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. നട്ടുകൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിനൊരു ബോൾട്ട് കണ്ടിട്ടുണ്ടല്ലോ, ഒരുപാട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരുപാട് പിരികളൊക്കെ ഉള്ള ബോൾട്ടുകൾ കണ്ടിട്ടില്ലേ, നട്ടും ബോൾട്ടും. അപ്പോൾ ഈ ബോൾട്ടിനകത്തോട്ട് ഈ നട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കും.
ഇൻസേർട്ട് ചെയ്ത് വെക്കും, അറിയാലോ അല്ലേ. അപ്പം ഈ നട്ടുകളെ ഡ്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ നട്ടുകളെ ലൂസൺ ചെയ്യാനും ടൈറ്റൻ ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് ഹെക്സ് ഡ്രൈവേഴ്സ്. ഓക്കെ, ഞാൻ ഈ പടമൊക്കെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ നല്ലതായിട്ടൊക്കെ അറിയായിരിക്കും. ഞാൻ ആ ഒരു ജസ്റ്റ് ഒരു നട്ടും ബോൾട്ടും ഒക്കെ ഇതാണോ മിസ് നട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുവാണോന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞാനന്ന് നിങ്ങൾക്ക് ജനറലായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ സ്ക്രൂ ഡ്രൈവേഴ്സ് പഠിക്കുമ്പം പെട്ടെന്ന് ഹെക്സ് ഡ്രൈവർ എന്ന് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതും ഒരു സ്ക്രൂവിനെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ഡ്രൈവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നട്ടെന്നുള്ള കാര്യം എംഫസൈസ് ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹെക്സ് ഡ്രൈവേഴ്സ് അതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് കണ്ടല്ലോ, പടം കണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്ന്. ഈ ഒരു ടോർക്ക് സ്ക്രൂ ഡ്രൈവർ, TORX കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡുകളായിരിക്കും അല്ലേ. ടോക്സ്, നമ്മൾക്ക് സ്ക്രൂ ഡ്രൈവേഴ്സ് അറിയാം, എന്നാൽ ഇത്രയും വിശദമായിട്ടൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ, നമ്മൾ സോഫ്റ്റ്വെയർ പഠിച്ചവർക്ക് അല്ലേ. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഹാർഡ്വെയറിലോട്ട് ഇറങ്ങി പഠിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കുന്നത്, പഠിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നന്നാക്കാൻ വേണ്ടി, സാധനങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ടോക്ക് സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് used to tighten or loosen screws. സ്ക്രൂവിനെയാണ് ചെയ്യുന്നത്. that have star like depression on the top. നേരത്തെ പറഞ്ഞ ക്രോസഡ് ആണേ, ഇത് സ്റ്റാർ ലൈക്ക് ഡിപ്രഷൻ. അതാ നിങ്ങൾക്ക് ഈ ഒരു കാണുമ്പോൾ അറിയാം, എന്താണ്ടേ ഒരു സ്റ്റാർ പോലാണ്ടേ ഇങ്ങനെ ഇരിക്കുക ആ ഒരു അതിൻ്റെ അറ്റം ആണ്ടേ, ഒരു സ്റ്റാർ ലൈക്ക് ഡിപ്രഷൻ. അതാ ഇവിടെ കണ്ടോ, ഒരു സ്റ്റാർ ലൈക്ക് ഡിപ്രഷൻ ആണ് അതിൻ്റെ അറ്റത്തുള്ളത്. അപ്പം എ ഫ്യൂച്ചർ ദാറ്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഓൺ ലാപ്ടോപ്സിൻ്റെ അകത്തൊക്കെ ഉള്ള ഒരു സ്ക്രൂ ആണ് ഇങ്ങനെ സ്റ്റാർ ലൈക്ക് ഡിപ്രഷനുള്ള സ്ക്രൂസാണ് ഉള്ളത്. അപ്പം അത് നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് അല്ലെ അത് നമുക്ക് പിന്നെന്താ ലൂസൺ ചെയ്യാനോ അല്ലെങ്കിൽ ടൈറ്റൻ ചെയ്യാനോ യൂസ് ചെയ്യുന്നതാണ് ടോക്ക് സ്ക്രൂ ഡ്രൈവേഴ്സ് കേട്ടോ. അത് കണ്ടല്ലോ, ദാണ്ട് ഈ ഒരു പടം കണ്ടല്ലോ, ടോക്ക് സ്ക്രൂ ഡ്രൈവേഴ്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ബിറ്റ്സ് ഓഫ് എ സ്ക്രൂ ഡ്രൈവർ. അതാണ് ഇതാണ് പലതരത്തിലുള്ള ബിറ്റുകൾ. നമ്മൾ പറഞ്ഞില്ലേ ഇത് ഹാൻഡിലാണ്, ഇത് ബിറ്റാണ്. അപ്പോൾ ആ ബിറ്റൊക്കെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് അന്ന് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിറ്റാച്ച് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ബിറ്റ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫറെൻറ്റ് ബിറ്റ്സ് ഓഫ് എ സ്ക്രൂ ഡ്രൈവർ. ഇനി ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു സ്ക്രൂ ഡ്രൈവറിന് ഒരു ടിപ്പുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫ്ലാറ്റ് സ്ക്രൂ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇങ്ങനെ ഫ്ലാറ്റ് സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതിന് വെച്ച് ആ സ്ക്രൂ ഡ്രൈവർ ആട്ടോ ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഫ്ലാറ്റ്. ഓക്കെ, അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മെയിൻ പാർട്സ് ആണ് സ്ക്രൂ ഡ്രൈവറിനുള്ളത്. ഒരു ടിപ്പുണ്ട്, പിന്നെ ഇത് ഫുള്ള് ഈ ഒരു ടിപ്പും ഷാങ്കും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയാവും ഇതിൻ്റെ നമ്മളൊരു സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ ഇവിടെ ഒരു ടിപ്പുണ്ട്, അറ്റത്തുള്ളതിൻ്റെ പേരാണ് ടിപ്പ്. പിന്നെ ആ നീളമുള്ള സാധനത്തിനുള്ള ഷാങ്ക്. പിന്നെ നമുക്ക് ഹാൻഡിലുണ്ട്. ഹാൻഡിലിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹാൻഡിലും ഉണ്ട് ഹെഡും ഉണ്ട്. ഓക്കെ, അപ്പം പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് സ്ക്രൂ ഡ്രൈവറിനുള്ളത്. ഒരു ടിപ്പുണ്ട്, ഒരു ഷാങ്ക് ഉണ്ട്, ഹാൻഡിലുണ്ട്, ഹെഡുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് കോമ്പിനേഷൻ പ്ലയേഴ്സ്. ഇതൊക്കെ പ്ലയറൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ കോമ്പിനേഷൻ പ്ലയേഴ്സ് എന്ന് പറയാൻ കാരണം അത് ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. ഓക്കെ, ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ആണ് കോമ്പിനേഷൻ പ്ലയേഴ്സ് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ പ്ലയേഴ്സ് ആർ നോൺ ആസ് കോൾഡ് കോമ്പിനേഷൻ. എന്തുകൊണ്ടാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്? ബിക്കോസ് ദേ സെർവ് മൾട്ടിപ്പിൾ പർപ്പസസ്. ഒന്നിലധികം കാര്യങ്ങളാണ് നമുക്ക് ഈ പ്ലയർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് ആണ് നമ്മൾ എന്ത് പറയുന്നത് കോമ്പിനേഷൻ പ്ലയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? വി ക്യാൻ ഡു ഗ്രിപ്പിംഗ്, നമുക്ക് ഗ്രിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, കട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ബെൻഡിങ് ടാസ്ക്, ബെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഈ ഒരു പ്ലയർ വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഗ്രിപ്പ് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും, ബെൻഡ് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റും. They typically have a gripping or cutting jaw near the base of the pliers and a flat wide surface near the tip of the tip for additional gripping. ഇതാ ഇവിടെ നോക്കൂ, കണ്ടോ, ഒരു ഫ്ലാറ്റ് സർഫസ്. ഇവിടെ ഈ ഒരു സർഫസ് ആണ് നമ്മൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സർഫസ്. ഓക്കെ, കട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സെക്ഷനാണ്. അതിനെ കട്ടർ എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടെന്ന് അവർ പറഞ്ഞു നിൽക്കുന്നത്. ഗ്രിപ്പിംഗ് ഓർ കട്ടിങ് ജോ. ഈ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പല്ല് കണക്കിരിക്കുന്ന ഒരു സാധനത്തിനാണ് ഈ ജോ എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പ്ലെയറിൻ്റെ ഇങ്ങനെ ഒരു മടക്ക് അല്ലേ, അതിനാണ് ജോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഗ്രിപ്പിംഗ് ഓർ കട്ടിങ് ജോസ് നിയർ ദ ബേസ് ഓഫ് ദി പ്ലയേഴ്സ്. പ്ലയറിൻ്റെ ബേസിൽ ഒരു ഗ്രിപ്പിംഗ് അല്ലെങ്കിൽ കട്ടിങ് ജോ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു
പൈപ്പ് ഗ്രിപ്പ് കണ്ടോ, ഒരു സർക്കിൾ കണക്കൊരു ഗ്രിപ്പ് ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അതിനകത്ത്. അപ്പം അതിനകത്ത് നമുക്ക് കയറ്റി വെച്ച് നമുക്ക് വളയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പേസാണ്. അതാണ് പൈപ്പ് ഗ്രിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ജോസ്, അതാണ്ട് ഇവിടെ ജോസ് ഉണ്ട് കണ്ടോ, അവിടെ ഒരു ഗ്രിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പ്രധാനമായിട്ടും കട്ട് ചെയ്യാൻ പറ്റും, പിന്നെ എന്ത് ഗ്രിപ്പിങ്ങിന് പറ്റും, പിന്നെ എന്തൊരു ബെൻഡിങ്ങിന് പറ്റും. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ബെൻഡിങ്, പൈപ്പ് ഗ്രിപ്പ്, ഇവിടെയാണ് പൈപ്പ് ഗ്രിപ്പ് ഉള്ളത്. ഗ്രിപ്പിങ്ങിന് പറ്റും ഇച്ചിരി, അതായത് വളരെ തിന്നായിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റും. ഇച്ചിരി ഒരു പൈപ്പൊക്കെ പോലുള്ള ഇപ്പോൾ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹോൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ടിപ്പിക്കലി ഹാവിംഗ് ഗ്രിപ്പിംഗ് ഓർ കട്ടിംഗ് ജോസ് നിയർ ദ ബേസ് ഓഫ് ദി പ്ലയേഴ്സ് ആൻഡ് ഫ്ലാറ്റ് വൈറ്റ് സർഫസ് നിയർ ദ ടിപ്പ് ഓഫ് അഡീഷണൽ ഗ്രിപ്പിംഗ്. അഡീഷണൽ ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, പിന്നെ പൈപ്പ് ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ടുണ്ട്, കട്ടറുണ്ട്. ഇനി ജോസ് എന്നാണ് പറയുന്നത്, ജോസ്. അപ്പം ഇതിനും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു ഹാൻഡിലുണ്ട്. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നല്ല എന്താ, ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഹാൻഡിലായിരിക്കും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോക്കൊക്കെ കേൾക്കാനുള്ള സാധ്യത ഉണ്ട്. ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഹാൻഡിലായിരിക്കും. പിന്നെ ഇവിടെ ഒരു പിവോട്ട് പോയിന്റ് ഉണ്ട്. പിവോട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ ഒരു ആക്ഷൻ, ഇതൊരു എന്താ, ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ ആക്ഷൻ ഉണ്ടാവാനായിട്ടുള്ളതാണ് ഈ പിവോട്ട് പോയിന്റ് ഉള്ളത്. ഓക്കെ, അവിടെയാണ് അതിൻ്റെ കണക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്ലെയർ ഒന്ന് കൈ കൊണ്ട് പിടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. പ്ലെയറിന് ഇത്തിരി നല്ല വെയിറ്റ് ഉള്ളൊരു സാധനമാണ് പ്ലെയർ അല്ലേ. അതോ വെയിറ്റ് കുറവാണോ? അല്ല, ഇത്തിരി നല്ല വെയിറ്റ് ഉള്ളൊരു സാധനമാണ് പ്ലെയർ. സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ വെയിറ്റ് എന്നറിയാം, നമുക്ക് ആ ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തിരി കട്ടിയുള്ള സാധനങ്ങൾ പിടിച്ച് വലിക്കാനോ തിരിക്കാനോ വടക്കാനോ, കമ്പിയൊക്കെ വളയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, ചെറിയ ചെറിയ കമ്പികളൊക്കെ, അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വെയിറ്റ് ഉള്ള ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു എക്യുപ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അതെന്താ, നമ്മൾ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ് വെച്ച് ഒരു ഇത്തിരി കൂടെ കട്ടിയുള്ള കമ്പി വളയ്ക്കാൻ നോക്കി എക്യുപ്മെന്റ് ചീത്തയായി പോകത്തല്ലേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ടൂള്, എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടൂൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ടൂള് ചീത്തയായി പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാലോ പ്ലയേഴ്സിന് ഇത്തിരി വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതാണ് കോമ്പിനേഷണൽ പ്ലയേഴ്സ്. കോമ്പിനേഷണൽ പ്ലയേഴ്സിന് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത്: ഗ്രിപ്പിംഗ്, കട്ടിങ്, ബെൻഡിങ് ടാസ്ക്. വിച്ച് വൺ ഈസ് നോട്ട് ദ യൂസ് ഓഫ് എ കോമ്പിനേഷൻ പ്ലയേഴ്സ്? ഗ്രിപ്പിംഗ്, ഓപ്ഷൻ എ ഗ്രിപ്പിംഗ്, ഓപ്ഷൻ ബി കട്ടിംഗ്, ഓപ്ഷൻ സി ബെൻഡിങ് ടാസ്ക്, ഓപ്ഷൻ സി എന്താ വയർ ഇൻസുലേഷൻ റിമൂവർ. ഇൻസുലേഷൻ, വയറിന്റെ ഇൻസുലേഷൻ ഉണ്ടല്ലോ, ഇൻസുലേഷൻ ഓഫ് എ വയർ ഇൻസുലേഷൻ റിമൂവർ. ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയുന്നത്? ഇൻസുലേഷൻ റിമൂവർ. ഇൻസുലേഷൻ റിമൂവർ നമ്മൾ എളുപ്പത്തിൽ ഇത് ചിലപ്പോൾ യൂസ് ചെയ്യുമായിരിക്കും, എന്നാലും ഇതിന് വേറൊരു ടൂളുണ്ട് ഇൻസുലേഷനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്. അതായത് വയറിൻ്റെ അറ്റത്തുള്ള ഇൻസുലേഷൻ റിമൂവിനായിട്ട് വേറൊരു ടൂളുണ്ട്. അപ്പം ഈ നമ്മളിത് ഓർത്ത് വെച്ചേക്കണം. കോമ്പിനേഷൻ പ്ലയേഴ്സിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഗ്രിപ്പിംഗ്, കട്ടിങ്, ബെൻഡിങ് ടാസ്ക്. ഓക്കെ.